ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മച്ചിയുടെ അടുത്താണ്. അമ്മച്ചി അയ്യോ അപ്പോൾ ഞാൻ എഴുന്നേറ്റതുള്ളൂ. ഇപ്പോൾ സമയം ഇപ്പോൾ 9 ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇവിടുത്തെ എൻ്റെ ഒരു രാവിലത്തെ മോർണിംഗ് റുട്ടീനാണ്. 9 എഴുന്നേക്കാൻ വൈകിപ്പോയിട്ടോ. സത്യം പറഞ്ഞാൽ എഴുന്നേക്കാൻ വൈകിപ്പോയി. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഞാൻ വരെ ഇട്ടതുണ്ടോ, ഇതെൻ്റെ ബെഡാണ്. ഞാൻ കിടന്ന ബെഡ്, എൻ്റെ കിടന്ന ബെഡ് ഇങ്ങനെയാണുള്ളത്. ഭയങ്കര കൂതർക്കോലാണ് കേട്ടോ. മുടിയൊക്കെ പോയി നല്ല രാത്രി ഞാൻ കെട്ടിക്കച്ചിട്ട് കിടന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് എഴുന്നേറ്റിട്ട് കാണാം. ഇവിടെ ഒരു കട്ടിൽ, ഞാൻ പുതപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് എഴുന്നേക്കട്ടെ. ഞാനാണെങ്കിൽ ഈ കട്ടിലേലാണ് കിടന്നത്. കണ്ടോ, ബെഡ്ഷീറ്റൊക്കെ ഞാൻ മുഴുവനും കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ, ബെഡ്ഷീറ്റ് മുഴുവൻ കളഞ്ഞു. ഇവിടെ നിന്ന് വൃത്തിയായിട്ട് കൊണ്ട്. പക്ഷേ ഇത് ഞങ്ങൾ കിടന്നിട്ട് മുഴുവൻ അലങ്കോലമായി കിടക്കാം കേട്ടോ. കാണിച്ചു തരാം. ഹലോ. അപ്പം ഇനി നമുക്ക് ഞാൻ നല്ലോണം മുടി ഇട്ടാണത്. ഇപ്പം മുടിയൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ നമുക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടിട്ടാണ്. ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി, ഇപ്പോഴേ കാണുന്നത് പല്ലൊക്കെ തേച്ചിട്ട് മുഖമൊക്കെ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുടയ്ക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ഹാളിലേക്ക് പോവാം. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുന്നു. ആരോ വരുന്നുണ്ടല്ലോ. ഞാൻ കഴിക്കുവാ. ഇരിക്കട്ടെ. സീറ്റ് വയ്ക്കാൻ പോവാം. അപ്പം ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഫുഡ് കഴിക്കണം. നേരത്തെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ച്. അപ്പം ഇനി നമുക്ക് ഞാൻ ഇവിടുത്തെ മുറ്റം കാണിച്ചത്. നല്ല ബട്ടർഫ്ലൈസ് ഇവിടെ ഓടിക്കളിക്കുക. ഞാൻ അവിടുത്തെ മിറ്റമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാട്ടോ ഇവിടുത്തെ മിറ്റം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ല. ഇത് കണ്ടോ, 2 ബട്ടർഫ്ലൈ അവിടെ ഇവിടെ ഇതുകൊണ്ട് ഓടിക്കളിച്ചുകൊണ്ടിരിക്കണമല്ലോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു മിറ്റം എന്ന് പറഞ്ഞത്. ഫുള്ള് പച്ചപ്പാണ്, മുഴുവൻ പച്ചപ്പാണ് കേട്ടോ. ഇത് മുഴുവനാണ് നമ്മുടെ. അപ്പുറം ഒത്തിരി ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് അമ്മച്ചിയുടെ ചെടികൾ കാര്യങ്ങളൊക്കെ കണ്ടോ. ഞാൻ നമുക്ക് ഇങ്ങോട്ട് പോകണ്ടോ. ഇതുണ്ടോ, ഇത് ഇവിടുത്തെ പൂച്ചക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതുണ്ടോ, ഇതിവിടെ ഉണ്ടായ റോസാണ്. ഇതൊക്കെ ഇവിടുത്തെ റോസ് പൂക്കളാണ്. ഇതൊക്കെ അമ്മച്ചി നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ. ഇതൊക്കെ എന്താ നമ്മുടെ നന്ദ്യാർ വട്ടം ആ ഒരു ചെടി മുഴുവനുണ്ട്. ഇത് ജമന്തിയാണെന്ന് തോന്നുന്നത്. ആ ഒരു സൈസ് പൂവാണ്. പിന്നെ അവിടെ അമ്മച്ചി അലോവേര, കറ്റാർവാഴയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ തുളസിയാണ് കേട്ടോ. ഇത് തുളസി ഉണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞക്കോളാമ്പി എന്ന് പറയും ആ ഒരു പൂ. പിന്നെ രാമതുളസി, കൃഷ്ണ തുളസിയൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഇത് അവിടെ കണ്ടോ ചെമ്പരത്തി, അങ്ങനെ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടോ. ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത്. ഒത്തിരി പ്ലാന്റ്സും ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അമ്മച്ചി ആയിരിക്കുന്നുണ്ടോ, അത് അമ്മച്ചിയുടെ വെറൈറ്റി ടൈപ്സ് ഓഫ് റോസയാണ് കേട്ടോ. പലതരം റോസയുണ്ട് അമ്മച്ചിക്ക് ഇവിടെ ആയിട്ടതുണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു വ്യൂ ഉള്ളത്. ഞാൻ കാണിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. നമ്മുടെ വ്യൂ. അഞ്ചേമ്മ വരുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ വന്ന് നിൽക്കാറുണ്ട് കേട്ടോ. ഇന്ന് ചിറ്റ വരും. ഇന്നലെ ഒന്നും ചിറ്റ വന്നില്ലായിരുന്നു. ഇന്നലെ ചിറ്റയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ചിറ്റയ്ക്കൊക്കെ അവധിയാണല്ലോ. അപ്പം ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ. അപ്പം അഞ്ചേമ്മയ്ക്ക് പോകണം. അപ്പം എനിക്കിപ്പോൾ എഴുതാനും വായിക്കാനും ഒക്കെ ഉണ്ട് ഗൈസ്. കാരണം ഞാൻ പുസ്തകവും ബുക്കും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. കാരണം ടീച്ചർ എഴുതാനും പഠിക്കാനും ടെസ്റ്റ് പേപ്പർ, മലയാളം, ഇംഗ്ലീഷ്, ഇഷ്ടംപോലെ ടെസ്റ്റ് പേപ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും ബുക്കും പുസ്തകവും കൊണ്ട് വരാണ്ടിരുന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബുക്കും ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ അതെനിക്ക് സമയം
എടുത്ത് ഇനി അതൊക്കെ എഴുതാനുണ്ട്. പിന്നെ സിറ്റിന്ന് വരും. എന്നിട്ടാണ് നമ്മൾ പണിത് കഴിച്ച് ഞാൻ വേറൊരു പ്ലാന്റ് കാണിച്ചു തരാം. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടോയെന്ന് ആണ് പറയണേ. ഇതുണ്ടോ, ഇത് നമ്മുടെ ചെത്തിയാണ് കേട്ടോ. ചെത്തി ഞാൻ മുഴുവനായിട്ട് കാണിക്കുന്നില്ല. ചെത്തിയാണ്. ചെത്തി അങ്ങനെ ഇഷ്ടംപോലെ ഫ്ലവറും അതൊക്കെ ഉള്ളൊരു ഇതാണ് കേട്ടോ അമ്മച്ചിയുടെ. ഇതേ നമ്മുടെ ഒരു ക്യാറ്റാണ്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഞാൻ ആദ്യം ഒരു സുന്ദരിയെ കാണിച്ചു തന്നില്ലേ, അവിടെ അത്രയൊന്നുമില്ല. ഇത് ഷോക്കേസാണ് കേട്ടോ. ഷോക്കേസിൽ ഇതുണ്ടോ, ഇത് ചിറ്റയുടെ വെഡ്ഡിങ് ഫോട്ടോ. അതിനകത്ത് നമ്മളെല്ലാവരും നമ്മുടെ ഫാമിലി ഫോട്ടോയാണിത്. പിന്നെ ഇത് എൻ്റെ അച്ഛയുടെ അഞ്ചമ്മയുടെ ഫോട്ടോയാണ്. പിന്നെ അതിന് മേളിലായിട്ട് ചിറ്റയുടെ കൊച്ചച്ചയുടെ എൻഗേജ്മെൻറ്റിൻ്റെ, പിന്നെ അച്ഛയുടെ അഞ്ചമ്മയുടെ വെഡ്ഡിങ്ങിൻ്റെ, ഇത് ചിറ്റയുടെ വെഡ്ഡിങ്ങിൻ്റെ. ഇത് കുറച്ച് സ്വാമിമാരുടെ പഴനിയിൽ അതുപോലെ കുറച്ച് ഫോട്ടോസും വെക്കുന്നത്. ഇവിടെ കൃഷ്ണ ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ എൻ്റെ കുറേ ബുക്ക് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെയാണ്. മടിയമ്മച്ചാ നീ മനസ്സ് വച്ചാ നോക്കൂ 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 നോക്കൂ. ഓക്കെ 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 ഭാരത പോട്ടി നോക്കണ്ട. മഞ്ഞു 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 മഞ്ഞു. ഓ ഇച്ചിരി ദേഷ്യത്തിലാണല്ലോ. വേണ്ട വേണ്ട, നമുക്ക് പോയേക്കാം. ഓ ഇതൊക്കെയാണ് കേട്ടോ തമാശകള്. അപ്പം ഇതൊരു മിനി വ്ളോഗാണ് ഗൈസ്. ഞാനിവിടെ വേറൊരു സൂത്രം കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇത് എൻ്റെ ബർത്ത്ഡേയുടെ കലണ്ടറാട്ടോ. അത് 2022 എൻ്റെ 7ാമത്തെ വയസ്സിൽ ബർത്ത്ഡേക്ക് അടിച്ച കലണ്ടറാണ് ഇരിക്കുന്നത്. കണ്ടോ, മഞ്ഞു മഞ്ഞു കണ്ണുണ്ടോ, കണ്ണ് എന്തൊരു ഉണ്ടക്കണ്ണിയാ. ഉണ്ടക്കണ്ണി ഉണ്ടക്കണ്ണി. ഗൈസ് അമ്മച്ചി ഇവിടെ ഉണ്ട്. അമ്മച്ചി അവിടെ തിരക്കിലാണ്. നമ്മളും ഇവിടെ തിരക്കിലാണ്. ഇത്ര ഉള്ളൂ കേട്ടോ ഇവിടുത്തെ ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത്. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ഇനി ഞാൻ കുറേ നേരം എന്താ പറയുക, മൊബൈലിൽ കാണും, TV കാണും, ഇത് തന്നെ പോലെ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് എഴുതാനുണ്ട്. ഇന്നലെ കുറച്ച് എഴുതിയിട്ടാണ് കിടന്നത്. പിന്നെ കുറച്ചും കൂടി എഴുതാനുണ്ട്. അപ്പം അതുകൊണ്ട് എഴുതി നമുക്ക് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത്. മോർണിംഗ് റൊട്ടീനായിട്ട് കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ മോർണിംഗ് റൊട്ടീൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ദേ ഈ ഒരു വ്യൂ ആയിട്ട് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരണം എന്നുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.